നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരുപാട് സിനിമകൾ തമിഴിലേക്ക് റീമേക്ക് ചെയ്യാറുണ്ട്. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ നമ്മളിവിടെ ആഘോഷിച്ച പല സിനിമകളും തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് പ്രൊഡ്യൂസർ കുത്തുപാള വരെ എടുത്തുവരുന്നുണ്ട്. അത്തരത്തിൽ മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകൾ തമിഴിലേക്ക് റീമേക്ക് ചെയ്ത് പൊളിഞ്ഞു പോയ 10 സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് മുൻപായി വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 2002 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി നവ്യ നായരും പൃഥ്വിരാജും തകർത്തഭിനയിച്ച സിനിമയായിരുന്നു നന്ദനം. തമിഴ് നടൻ അരവിന്ദ് ആകാശും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ജഗദീഷ് ശ്രീകുമാർ, കവിയൂർ പൊന്നമ്മ, സിദ്ദിഖ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. നമ്മുടെ പൃഥ്വിരാജിന്റെ കരിയറിലെ ആദ്യ വിജയ ചിത്രം കൂടിയായിരുന്നു ഇത്. എന്നാൽ 2011 സുബ്രഹ്മണ്യ ശിവയുടെ സംവിധാനത്തിൽ തമിഴിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്തിരുന്നു. സീഡൻ എന്നായിരുന്നു ഈ ചിത്രത്തിന്റെ പേര്. ഉണ്ണി മുകുന്ദൻ, അനന്യ, ഷീല, സുഹാസിനി, വിവേക് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ അരവിന്ദ് ആകാശ് അവതരിപ്പിച്ചിരുന്ന കൃഷ്ണന്റെ വേഷം തമിഴിൽ ധനുഷായിരുന്നു ചെയ്തിരുന്നത്. അവിടെ മുരുകനായിരുന്നു കഥാപാത്രം. എന്നാൽ മലയാളത്തിലുണ്ടാക്കിയ വിജയം ഈ സിനിമയ്ക്ക് തമിഴിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയമായിരുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൽ അരവിന്ദ് ആകാശ് ചെയ്ത കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ധനുഷിന് ആ ഒരു ഹൈപ്പ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പ്രിയദർശന്റെ സംവിധാനത്തിൽ 1988 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ചിത്രം. മോഹൻലാലും രഞ്ജിനിയും ലിസിയും നെടുമുടി വേണുവും തകർത്തഭിനയിച്ച ഈ സിനിമ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകളിൽ ഒന്നും തിയേറ്ററുകളിൽ ഏറ്റവും അധികം കാലം പ്രദർശിപ്പിച്ച സിനിമകളിൽ ഒന്നുമാണ്. അന്നത്തെ കാലത്ത് മലയാളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ കൂടിയായിരുന്നു ഇത്. എന്നാൽ 1995 സന്താന ഭാരതി എന്ന സംവിധായകൻ ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയായിരുന്നു. എങ്കിരിന്തോ വന്താൻ എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച വേഷം തമിഴിൽ ചെയ്തിരുന്നത് സത്യരാജ് ആയിരുന്നു. റോജ, അമാനി, വിജയകുമാർ തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ മലയാളത്തിലുണ്ടാക്കിയ വിജയത്തിന്റെ പകുതി പോലും ഈ സിനിമയ്ക്ക് തമിഴിലുണ്ടാക്കാൻ സാധിച്ചില്ല. ബോക്സ് ഓഫീസിൽ ഇത് പരാജയമായി മാറുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ആ മോഹൻലാൽ ചെയ്ത കഥാപാത്രം അത്ര മനോഹരമായി മറ്റൊരാൾക്ക് ചെയ്യാൻ പ്രയാസമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഷാഫിയുടെ സംവിധാനത്തിൽ 2007 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു മായാവി. മനോജ് കെ ജയൻ, ഗോപിക, സായ് കുമാർ, വിജയരാഘവൻ, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ മലയാളികൾ ഏറ്റെടുക്കുകയും മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും 2007 ഏറ്റവും അധികം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയ സിനിമയായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ 2010 എ വെങ്കടേഷ് ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. വല്ലക്കോട്ട എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരുന്ന കഥാപാത്രം തമിഴിൽ ചെയ്തിരുന്നത് അർജുനായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെത് സത്യനും. ഹരിപ്രിയ, ആശിഷ് വിദ്യാർത്ഥി, ഗഞ്ച കറുപ്പ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് മലയാളത്തിൽ ഉണ്ടാക്കിയതുപോലെ ഒരു വിജയം തമിഴിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. മലയാളത്തിൽ ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടും സലീം കുമാറൊക്കെ ഉണ്ടാക്കിയ കോമഡി വേറെ ലെവലായി ക്ലാസിക്കായി ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷെ തമിഴിൽ ആ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടായിരിക്കാം പരാജയപ്പെട്ടത്. ജിബു ജേക്കബിന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വെള്ളിമൂങ്ങ. ബിജു മേനോൻ, അജു വർഗീസ്, നിക്കി കൽറാണി, ടിനി ടോം തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇത്തിരി മുടക്കി ഒത്തിരി നേടിയ ചിത്രം കൂടിയായിരുന്നു ഇത്. വെറും 2.8 കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ അന്നത്തെ കാലത്ത് ബോക്സ് ഓഫീസിൽ നിന്നും 20 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത്. മാത്രമല്ല ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമ കൂടിയായി മാറി വെള്ളിമൂങ്ങ. നമ്മുടെ ബിജു മേനോന്റെ ശക്തമായ ഒരു തിരിച്ചു വരവ് കൂടിയായിരുന്നു ഈ സിനിമ. എന്നാൽ 2016 വെങ്കട് രാഘവൻ ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. മുത്തിനെ കത്രിക എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ ബിജു മേനോൻ അവതരിപ്പിച്ചിരുന്ന കഥാപാത്രത്തെ തമിഴിൽ ചെയ്തിരുന്നത് സുന്ദർ സി ആയിരുന്നു. പൂനം ബജുവ, കിരൺ റാത്തോഡ്, സതീഷ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നായകനായ സുന്ദർ സിയും ഖുഷ്ബുവും ചേർന്നായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. മലയാളത്തിൽ നേടിയ പോലെ വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചില്ല. സിനിമ ഫ്ലോപ്പ് ആയിരുന്നു. 1991 സിബി മലയിലിന്റെ സംവിധാനത്തിൽ ലോഹിതദാസിന്റെ രചനയിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭരതം. മോഹൻലാൽ, നെടുമുടി വേണു, ഊർവശി, ലക്ഷ്മി, മുരളി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ മലയാളത്തിൽ അവതരിപ്പിച്ചിരുന്നത്. മോഹൻലാലിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ഉൾപ്പെടെ 3 നാഷണൽ അവാർഡുകൾ ഈ സിനിമ നേടുകയും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയും 125 ദിവസത്തിന് മുകളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത ചിത്രമായിരുന്നു. എന്നാൽ പി വാസുവിന്റെ സംവിധാനത്തിൽ 2000 തമിഴിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്തിരുന്നത്. സീനു എന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ തമിഴിൽ ചെയ്തിരുന്നത് കാർത്തിക് ആയിരുന്നു. നെടുമുടി വേണുവിന്റെ കഥാപാത്രം പി വാസുവും ചെയ്തു. മാളവിക, വിവേക് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ മലയാളത്തിലുണ്ടാക്കിയ വിജയം തമിഴിൽ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങി നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, നസ്രിയ, ഇഷ തൽവാർ, പാർവതി തിരുവോത്ത്, നിത്യ മേനൻ തുടങ്ങിയവർ അഭിനയിച്ച ബ്ലോക്ക് പോസ്റ്റർ സിനിമയായിരുന്നു
ബാംഗ്ലൂർ ഡേയ്സ്. അന്നത്തെ കാലത്ത് 8 കോടി ബജറ്റ് നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 45 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ സിനിമയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. എന്നാൽ ഭാസ്കറാണ് 2016 ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂർ നാട്കൾ എന്നായിരുന്നു സിനിമയുടെ പേര്. ആര്യ, ബോബി സിംഹ, ശ്രീദിവ്യ, റാണ ഡഗുപതി, പാർവതി തിരുവോത്ത്, റായ് ലക്ഷ്മി, പാരിസ് ലക്ഷ്മി, പ്രകാശ് രാജ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് മലയാളത്തിലുണ്ടാക്കിയ വലിയ രീതിയിലുള്ള വിജയം തമിഴിലുണ്ടാക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ ഒട്ടുമിക്ക സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും നമ്മുടെ മലയാളം ബാംഗ്ലൂർ ഡേയ്സ് തന്നെ കണ്ടതുകൊണ്ടാവാം തമിഴിൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായിരുന്നു. 2012 വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു തട്ടത്തിൻ മറയത്ത്. നിവിൻ പോളി, ഇഷ തൽവാർ, രാജു വർഗീസ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. നിവിൻ പോളിക്ക് വലിയ ബ്രേക്ക് നൽകിയ സിനിമ കൂടിയായിരുന്നു ഇത്. അന്നത്തെ കാലത്ത് 3 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 18.9 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. എന്നാൽ 2016 മിത്രനാർ ജവഹർ തമിഴിലേക്ക് സിനിമ റീമേക്ക് ചെയ്യുന്നത്. വീണ്ടും ഒരു കാതൽ കഥയെന്നായിരുന്നു സിനിമയുടെ പേര്. മലയാളത്തിൽ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രത്തെ തമിഴിൽ ചെയ്തിരുന്നത് വാട്ടർ ഫിലിപ്സ് എന്ന നടനായിരുന്നു. ഇഷ തൽവാർ തന്നെയായിരുന്നു ആയിഷ എന്ന കഥാപാത്രത്തെ തമിഴിലും അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല, മലയാളത്തിൽ വളരെ വലിയ സെൻസേഷനായ ഈ സിനിമ തമിഴിൽ അത്ര വിജയമൊന്നും ഉണ്ടാക്കാൻ സാധിക്കാതെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറുകയായിരുന്നു. 2001 വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കരുമാടിക്കുട്ടൻ. കലാഭവൻ മണി, നന്ദിനി, സുരേഷ് കൃഷ്ണ, രാജൻ പി ദേവ്, ജനാർദ്ദനൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മണിച്ചേട്ടൻ അവതരിപ്പിച്ച കരുമാടിക്കുട്ടൻ എന്ന കഥാപാത്രം. വേറെ ലെവലില് മണിച്ചേട്ടൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, മലയാളത്തിൽ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറുകയും ചെയ്തിരുന്നു ഈ സിനിമ. എന്നാൽ ആർത്തി കുമാറാണ് ഈ സിനിമ 2004 തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. തമിഴ് ഈ ചിത്രത്തിന്റെ പേര് അഴകേശൻ എന്നായിരുന്നു. മലയാളത്തിൽ നമ്മുടെ മണിച്ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ തമിഴിൽ ചെയ്തിരുന്നത് സത്യരാജായിരുന്നു. പ്രേമ, മനോജ് കെ ജയൻ, പിതാമഹൻ മഹാദേവൻ, മനോരമ, ഡൽഹി ഗണേഷ്, വിധു ചക്രവർത്തി തുടങ്ങിയവരൊക്കെ ആയിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ മലയാളത്തിലുണ്ടാക്കിയതുപോലെ വലിയ വിജയം നേടാൻ തമിഴിലെ അഴകേശന് സാധിച്ചില്ല. ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു. മണിച്ചേട്ടൻ ചെയ്തു വെച്ച ആ ഒരു ലെവലിലേക്ക് സത്യരാജിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങളാണ് പറയേണ്ടത്. GS വിജയന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ആനവാൽ മോതിരം. 1990 പുറത്തിറങ്ങിയ ഷോർട്ട് ടൈം എന്ന സിനിമയെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ ചെയ്തിരുന്നത്. ശ്രീനിവാസൻ, സുരേഷ് ഗോപി, ഗവിൻ പക്കാട്, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ 2013 ഈ സിനിമ മനോ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. റഗ്ലപുരം എന്നായിരുന്നു സിനിമയുടെ പേര്. തമിഴകത്തെ കോമഡി താരമായ കരുണാസയായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. അങ്കണ റോയ്, സഞ്ജന സിംഗ്, ഭാരത് റെഡ്ഡി തുടങ്ങിയവരായിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ മലയാളത്തിൽ ആനവാൽ മോതിരം നേടിയതുപോലെയുള്ള വലിയ വിജയം തമിഴിൽ നേടാൻ റഗ്ലപുരത്തിന് സാധിച്ചില്ല. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. ശ്രീനിവാസന്റെ സംവിധാനത്തിൽ 1998 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമള. സംവിധായകനായ ശ്രീനിവാസൻ തന്നെയായിരുന്നു ചിത്രത്തിലെ നായകൻ. സംഗീത, തിലകൻ, ഇന്നസെന്റ്, നടുമുടി വേണു, സുധീഷ്, സിദ്ദീഖ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിലൂടെ സംഗീതയ്ക്ക് മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ആ വർഷം ലഭിച്ചിരുന്നു. മാത്രമല്ല, ബോക്സ് ഓഫീസിലും ഈ സിനിമയ്ക്ക് വലിയ വിജയം നേടാൻ സാധിച്ചിരുന്നു. എന്നാൽ തങ്കർ ബച്ചൻ എന്ന സംവിധായകനാണ് 2005 ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നത്. തമിഴിൽ ഈ സിനിമയുടെ പേര് ചിദംബരത്തിൽ ഒരു അപ്പസ്വാമി എന്നായിരുന്നു. മലയാളത്തിൽ നമ്മുടെ ശ്രീനിയേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഈ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവുമായ തങ്കർ ബച്ചൻ തന്നെയായിരുന്നു തമിഴിൽ ചെയ്തിരുന്നത്. നവ്യ നായരായിരുന്നു സിനിമയിലെ നായിക. പക്ഷേ മലയാളത്തിൽ ശ്രീനിയേട്ടനും സംഘവും നേടിയ വിജയം തമിഴിലുണ്ടാക്കാൻ തങ്കർ ബച്ചൻ ചേട്ടന് സാധിച്ചില്ല എന്നതാണ് സത്യം. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ചാനൽ വളർന്ന് വലിയൊരു ചാനലായി മാറുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.